വ്യത്യസ്തമായ കഥാപാത്രം. ഇത് എനിക്ക് വിളിച്ചു തന്നത് ഡയറക്ടർ എന്നെ അസോസിയേറ്റ് വിളിച്ചു. അസോസിയേറ്റ് രാജേഷ് വിളിച്ചു. രാജേഷ് അടൂര് അതിൽ പറഞ്ഞു ഇങ്ങനെ ഒരു കുറച്ച് ദിവസം ഡേറ്റ് ഉണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാനൊരു ഡേറ്റ് 20 അല്ല 30 വേണം തരാൻ പറഞ്ഞു. കാരണം ജോലിയിലായിരിക്കും അതിൽ കണ്ടിട്ടില്ല. നല്ല ഗംഭീര സിനിമയാണ്. അടുത്ത ഷോയിൽ കാണണം. ഇത് ഡയറക്ഷൻ അഭിനവ് സുന്ദർ നായകിന്റെ ഡയറക്ഷൻ, അതേപോലെ രാമു സുനിലിന്റെ സ്ക്രിപ്റ്റിംഗ് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും മുകളിലാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നസ്ലിൻ വരെ ചെയ്യാത്ത ഒരു ഗംഭീര റോളാണ്. അത് വളരെ എക്സ്ട്രീമിലായി ചെയ്തിട്ടുണ്ട്. അതേപോലെ സിനിമ നിങ്ങൾക്ക് മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ചാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണണം. അത്രമാത്രം നിങ്ങൾക്ക് ഈ സിനിമ തരും 100%. ഹോളിവുഡ് ടൈംസ് എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയണമെങ്കിൽ സിനിമക്കുള്ളിലൊരു സിനിമ, നല്ലൊരു ചിത്രമാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഈ സിനിമക്കുള്ളിൽ ഒരാൾ നിലനിൽക്കണ, അവനെ പുറത്താക്കണ, അവനെ ഇനി എത്ര കാലം നിർത്തണം, ഇതൊക്കെ ഈ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. കാരണം ഒരാളുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഇതിൽ ഒരാളെ സമ്മതിക്കുന്നില്ല. അപ്പൊ സ്വാധീനമുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ലെന്നുള്ള സിനിമ. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നസ്ലിന്റെ കഥാപാത്രമാണ്. നസ്ലിനെ പ്രായത്തിനും കാട്ടി നല്ല പക്വതയാർന്നൊരു കഥാപാത്രം നസ്ലിന് ചെയ്യാൻ സാധിച്ചു. കാരണം നല്ലൊരു കഥാപാത്രമാണ് നസ്ലിൻ ചെയ്തേക്കുന്നത്. കോമഡിയോ കുട്ടിത്തുള്ള മുഖമോ അതൊന്നുമല്ല. നസ്ലിൻ വേറൊരു വെറൈറ്റി കഥാപാത്രം ഇതിൽ കൊടുത്തേക്കുന്നത്. എന്തായാലും ഇതിന്റെ ഡയറക്ടർ നസ്ലിൻ ഇങ്ങനെ ഒരു കഥാപാത്രം ഏൽപ്പിച്ചു. നസ്ലിൻ അത് 100% ഭംഗിയായി ചെയ്തു. പിന്നെ ഇതിൽ നമ്മുടെ സംഗീത് ഷറഫുദ്ദീനൊക്കെ പ്രത്യേക ക്യാരക്ടറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ജഗദീഷേട്ടനൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഒരു പ്രത്യേക ക്യാരക്ടറാണ് ജഗദീഷേട്ടന് കിട്ടിയേക്കുന്നത്. എന്തായാലും നല്ലൊരു ചിത്രമാണ് ഹോളിവുഡ് ടൈംസ്. നിങ്ങൾക്ക് സിനിമക്കുള്ളിലെ സിനിമ വന്ന് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നസ്ലിന് നല്ലൊരു കഥാപാത്രം കിട്ടും. നല്ല നല്ല പുതുമുഖ ഡയറക്ടർമാർ വരട്ടെ. മമ്മൂക്കൊക്കെ പോലുള്ള ആക്ടേഴ്സ് പുതുമുഖ ഡയറക്ടർമാരുടെ ഡേറ്റ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല നല്ല സ്പേസ് ഡയറക്ടേഴ്സ്മാർ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല നായകന്മാർ ഇനിയും ഉണ്ടാവും. എന്തായാലും ഹോളിവുഡ് ടൈംസ് എന്തായാലും അതിന് തുടക്കമാക്കും. ഹോളിവുഡ് ടൈംസ് കണ്ടു. നല്ല രസകരമായിട്ടുള്ള സിനിമയാണ്. കഥ കുറച്ച് സീരിയസ് ആണെങ്കിലും അത് പറയുന്ന രീതി തമാശയിലൂടെ ആണെങ്കിലും ഒരു നടന്റെയോ സംവിധായകന്റെയോ വളർച്ച ഒരിക്കലും ഒതുക്കാൻ പറ്റുന്നതല്ല. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ആ ഒരു പേര് നല്ല അറിയുന്നത് മാത്രമല്ല അത് സംസാരിക്കും. അതൊരു മെസ്സേജ് ഉണ്ട് ഈ ഹോളിവുഡ് ടൈംസിൽ. കാരണം ഒരാളെ ഒതുക്കാൻ ശ്രമിക്കാം, പക്ഷെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് തെളിയിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് പേര് റൈറ്റേഴ്സിനെ ഡയറക്ടേഴ്സുമാരെ വർക്കുകൾ തിയേറ്ററിൽ ഓടാൻ സമ്മതിക്കുന്നില്ല. അതൊക്കെ ഈ ഒരു പടത്തെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു പടം എത്ര ദിവസം ഓടുന്നു അറിയില്ല, പക്ഷെ എന്തായാലും എടുത്തൊരു ധൈര്യം സമ്മതിക്കണം. കാരണം നല്ലൊരു കണ്ടന്റാണ്, ടോപ്പിക്കാണ്. പിന്നെ നസ്ലിനാണെങ്കിലും നമ്മുടെ ഷർഫിക്കാണെങ്കിലും അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ സിനിമക്കാരും ഒരേപോലെ അല്ല, പല സ്ക്രീനിലും പല രീതിയിലും പല പേര് നമുക്കറിയില്ല, എന്നാലും പല ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പടം എല്ലാവർക്കും മെസ്സേജാണ്, പലരെയും മാറ്റി ചിന്തിക്കാനുള്ള ഒരു വേദി കൂടിയാണ്. കാരണം ഇന്നൊരു ഡയറക്ടറിന് ഏജ് ലിമിറ്റ് ഇല്ല. കാരണം 25 വയസ്സുള്ള ഒരാൾക്കോ 30 വയസ്സുള്ള ആൾക്കോ ഡയറക്ട് ചെയ്യാം, 70 വയസ്സുള്ള ആൾക്കോ. പക്ഷെ ഉള്ളിലൊരു തല ഉണ്ടായാൽ മാത്രം മതി. നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ അത് ഒരു സ്റ്റാർ വാല്യുള്ള നായകൻ മാത്രമല്ല, ഒരു സാധാരണക്കാരൻ അഭിനയിച്ചാൽ പോലും ഇപ്പോ എന്താ പറയാ ഏറ്റവും നടക്കുന്ന സന്തോഷ് വർക്കി അഭിനയിച്ചാൽ പോലും നല്ല കഥയാണെങ്കിൽ വിജയിക്കും. അല്ലാതെ ഒരാളെ ഒതുക്കരുത്.